ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീൻസ് ക്യാരറ്റ് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു 15 ബീൻസും ഒരു 1.5 ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒരു 10-15 ചെറിയുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയുള്ളി ഇതിൽ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടിൻ്റെയും വേവ് ഒരേ വേവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടിയൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. നോൺ സ്റ്റിക്കിലാണെങ്കിലും നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒരു അലുമിനിയം പാത്രത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുകയോ കരിഞ്ഞു പോകുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ബീൻസും ക്യാരറ്റൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരുടെയും എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. ഇതിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ ബീൻസ് ക്യാരറ്റ് മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.